സിനിമ ഇറങ്ങി 4 ദിവസം കൊണ്ട് തന്നെ 800 കോടി ക്ലബിൽ എത്താൻ പോവുകയാണ് പുഷ്പ 2. അതുപോലെ ആദ്യ ആഴ്ച കൊണ്ട് തന്നെ 1000 കോടി ക്ലബിലേക്കും എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാൽ സിനിമ ഇറങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വളരെയധികം നെഗറ്റീവ് കേൾക്കേണ്ടി വന്ന സിനിമയാണ് പുഷ്പ 2 എന്ന കാര്യം നമ്മൾ പറയേണ്ടി വരും. അത്ര നല്ല അഭിപ്രായമല്ല പല ആളുകളും ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അതുപോലെ സിനിമയുടെ ആദ്യ ദിവസം തന്നെ ഒരു വലിയ അപകടവും സംഭവിച്ചു. തിക്കിലും തിരക്കിലും പെട്ട് ഒരു കുട്ടിയുടെ അമ്മയ്ക്ക് മരണം സംഭവിച്ചു. അതുപോലെ ഒരു തെലുങ്ക് സിനിമയുടെ ഹിന്ദി പതിപ്പ് ആദ്യമായാണ് ആദ്യ ദിവസം തന്നെ 100 കോടി ക്ലബിൽ എത്തുന്നത്. നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ മമ്മൂക്കയുടെ ടർബോയുടെ ആദ്യ ദിന കളക്ഷൻ റെക്കോർഡ് തകർത്തെറിഞ്ഞുകൊണ്ട് ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ ആദ്യ ദിന കളക്ഷൻ നേടിയ സിനിമയായി പുഷ്പ മാറി. ഇനി ഈ റെക്കോർഡ് തിരുത്താൻ ആകെ സാധ്യതയുള്ളത് നമ്മുടെ ലാലേട്ടന്റെ ബറോസ് എന്ന സിനിമ മാത്രമാണ്. ആ സിനിമ ഡിസംബർ 25 വരാനിരിക്കുന്നുണ്ട്. ഇത്രയും വലിയൊരു വിജയം ഈ സിനിമയ്ക്ക്, അതായത് പുഷ്പ 2 നേടിക്കൊടുക്കാനുള്ള കാരണം എന്തായിരിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇത്. ബുദ്ധിജീവി സിനിമകൾ മാത്രമല്ല, എന്റർടൈൻമെന്റ് ചെയ്യുന്ന സിനിമകൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ഒരു വിഭാഗം ആളുകളുടെ താല്പര്യം കൂടിയാണ് ഈ സിനിമയുടെ വലിയ വിജയം. പുഷ്പയുടെ ആദ്യ ഭാഗത്തിന്റെ ഇമ്പാക്റ്റ്, എന്നാൽ പുഷ്പയുടെ ആദ്യ ഭാഗം ഇഷ്ടമാകാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്കടക്കം പുഷ്പയുടെ രണ്ടാം ഭാഗത്തിന് തിയേറ്ററിൽ ഒരുപക്ഷെ എത്തിയിട്ടുണ്ടാകും. അതുപോലെ അല്ലു അർജുൻ എന്ന നടന്റെ സ്റ്റാർ വാല്യൂ, ബാഹുബലിക്ക് ശേഷമാണ് പ്രഭാസ് എന്ന നടനെ കൂടുതൽ നമുക്ക് പരിചിതമായത്. KGF ശേഷമാണ് യാഷ് എന്ന നടനെ നമ്മൾ കണ്ടു തുടങ്ങിയത്. എന്നാൽ ഇവരെക്കാളൊക്കെ മുമ്പ് അല്ലു അർജുന്റെ ഡബ് ചെയ്ത സിനിമകൾ ഇന്ത്യയുടെ പല ഭാഷകളിലും വലിയ ഹിറ്റായിരുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ വലിയൊരു ഫാൻ ബേസ് തന്നെ അല്ലു അർജുനുണ്ട്. പുഷ്പ 1 പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വളരെ താഴ്ന്ന ലെവലിൽ നിന്ന് ഉയർന്നു വരുന്ന നായകന്റെ ഉയർച്ച. അത് ഒരുപാട് പ്രേക്ഷകരിൽ നായകനെ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണമായി. ആ ഒരു സിനിമയുടെ രണ്ടാം ഭാഗം എന്ന് പറയുമ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും. അതുപോലെ ഫസ്റ്റ് പാർട്ടിൽ ഫഹദ് ഫാസിൽ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. അത്രയും വലിയൊരു കയ്യടിയായിരുന്നു ആ സിനിമയിൽ അഭിനയിച്ചതിന് അന്ന് ഫഹദ് ഫാസിലിന് ലഭിച്ചത്. വില്ലനായി ഫഹദ് ഫാസിലും നായകനായി അല്ലു അർജുനും തകർക്കുമെന്നുള്ള പ്രതീക്ഷയും നമുക്ക് പുഷ്പ 2 ഉണ്ടായിരുന്നു. എന്നാൽ പുഷ്പ 2 ഫഹദ് ഫാസിലിനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ സിനിമയായിട്ട് തോന്നുകയില്ല നമുക്ക്. പലപ്പോഴും എന്തിനാണ് ഈ സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചത് എന്ന് വരെ നമുക്ക് തോന്നിപ്പോകും. അതുപോലെ മറ്റൊരു കാര്യമാണ്, ഫസ്റ്റ് പാർട്ടിൽ ശക്തമായ വില്ലന്മാർ ഉണ്ടായിരുന്നു. അടുത്ത ഭാഗം വന്നപ്പോൾ അവരൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയും നമുക്ക് ആകാംക്ഷ ഉയർത്തിയിരുന്നു. അതൊന്നും പക്ഷേ ഇവിടെ കാണാൻ സാധിച്ചില്ലെങ്കിലും സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കുറച്ച് നല്ല സീനുകളുള്ള, അല്ലെങ്കിൽ അത്ര നല്ല സിനിമ എന്ന് പറയാൻ സാധിക്കാത്ത ഒരു സിനിമയായിട്ടാണ് മിക്ക ആളുകൾക്കും തോന്നിയിട്ടുണ്ടാവുക. എന്നാലും കൈയടിക്കാനുള്ള സാധ്യതകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വളരെ വലിയൊരു സ്വീകാര്യത ജനങ്ങളിൽ സിനിമയ്ക്ക് ലഭിച്ചു എന്നത് പറയേണ്ടി വരും. എന്തായാലും പുഷ്പ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. താങ്ക്